വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് ബോന്തിത പോസ്റ്റ്മാൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ മാമി വന്നിട്ട് അവളുടെ മുഖത്തേക്ക് അടിക്കുകയാണ്. അവളുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് അവൾ ലെറ്റർ എഴുതിയെന്ന് പറയുമ്പോൾ മാമി നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അവളോട്. ഇതിന് ബോന്തിതയുടെ ലെറ്റർ കിട്ടിയിട്ട് അവനത് വായിക്കുന്നതോടുകൂടിയാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. ഇനി ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഇത് പറയുകയാണ്, ഈ ലെറ്റർ എനിക്ക് തെറ്റിയിട്ടാണ് വന്നേക്കുന്നത്, പക്ഷേ ഈ ലെറ്റർ എഴുതിയ കുട്ടി എന്തായാലും വളരെ ബുദ്ധിയുള്ള ആളാണ്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ നാടിന് ആവശ്യം ഇങ്ങനത്തെ ഒരു കുട്ടീനെയാണ് പറഞ്ഞിട്ട് ബോന്തിതേനെ ഇങ്ങനെ വളരെ ഉയർത്തിയിട്ട് പറയുമ്പോൾ സൗദാമിനിക്കത് ഇഷ്ടാവണില്ല. അപ്പോൾ സൗദാമിനി പറയുകയാണ്, ഇതെന്തായാലും ആ കല്യാണം കഴിക്കാൻ പോണ ആൾക്ക് കിട്ടാഞ്ഞത് നന്നായി, എന്നാൽ ആൾ ഈ പെണ്ണിനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചിരുന്നില്ല. ഒന്നാമത് ഇത്ര ബുദ്ധിയില്ലാത്ത പെണ്ണിനൊക്കെ ആര് കെട്ടാനാന്ന് സൗദാമിനി പറയുമ്പോൾ അനിരുദ്ധ് അവളെ എതിർത്തിട്ട് പറയുകയാണ്, ഇത്രയ്ക്ക് ധൈര്യമുള്ള പെൺകുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് എന്തായാലും അവളെ നല്ല ഇഷ്ടമായി. ഇങ്ങനത്തെ മൈൻഡാണ് എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടത്. അവളുടെ ആവശ്യം പറഞ്ഞു, അതിലെന്താ തെറ്റെന്ന് അനിരുദ്ധ് അവളോട് തിരിച്ചു ചോദിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ബോന്തിതയുടെ മാമ നിന്ന് പറയാണ്, ഈ ലെറ്റർ ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം മുടങ്ങി ഉണ്ടാവില്ലേ, മഞ്ഞൾ കല്യാണമാണ് ഇന്ന്, അപ്പോൾ മഞ്ഞളായിട്ട് അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഇങ്ങോട്ട് വരുമെന്ന് എന്താ ഉറപ്പെന്ന് മാമ എന്ന് പറയുമ്പോൾ ബോന്തിത ചിന്തിക്കുന്നുണ്ട്. ആ കല്യാണം മുടങ്ങുകയാണെങ്കിൽ മുടങ്ങിക്കോട്ടെ, അയക്ക് അമ്മേനെ വിട്ട് പോകണ്ടല്ലോ എന്ന് അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനിരുദ്ധിനും സൗദാമിനിയും തന്നെയാണ്. സൗദാമിനി പറയാണ്, അവൾ ഇന്നേക്കാളും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ, എൻ്റെ അച്ഛൻ പറയുമല്ലോ ഞാനാണ് ഏറ്റവും നല്ലതെന്ന്, എനിക്കാണ് ഏറ്റവും ബുദ്ധിയും എനിക്കാണ് ഏറ്റവും സാമർത്ഥ്യവും, എന്നെപ്പോലെ പഠിപ്പുള്ള പെണ്ണുങ്ങൾ ഇവിടെ വേറെ ഇല്ല എന്ന് സൗദാമിനി പറയും. അപ്പം അനിരുദ്ധ് പറയാണ്, നീയും നല്ലത് തന്നെയാണ്, പക്ഷേ ചിന്തിക്കുന്നതിൽ ആ പെണ്ണാണ് ഏറ്റവും നല്ലത്. ആ കാര്യത്തിൽ ആ പെൺകുട്ടീനെ കടത്തി വെട്ടാൻ നിനക്കാവില്ല എന്ന് അവളോട് അവൻ പറയും. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നീ അവളെ എന്താ കല്യാണം കഴിക്കുമോ? അപ്പോൾ അവൻ പറയാണ്, ഞാൻ കല്യാണം കഴിക്കും, ഒരു നിബന്ധന വെച്ചിട്ട്, അവളുടെ ആവശ്യങ്ങൾ അവൾ സമൂഹത്തോട് ചോദിക്കണം, ഞാനും അവളെ സപ്പോർട്ട് ചെയ്യുമെന്ന് അനിരുദ്ധ് പറയുമ്പോൾ മിനി അവിടെ നിന്നിട്ട് ദേഷ്യം വന്നിട്ട് നിനക്ക് അവളെ ഇഷ്ടമായില്ലേ പറഞ്ഞിട്ട് പോവാണ്. അനിരുദ്ധാണെങ്കിൽ ഈ ലെറ്റർ അയക്കേണ്ട അഡ്രസ്സ് കുറേ നോക്കും, പക്ഷേ അത് പോയിട്ടുണ്ടാവും. അപ്പോൾ അവന് സ്വന്തമായിട്ട് അവൾക്ക് ലെറ്റർ എഴുതാൻ തീരുമാനിക്കും. അവൻ പറയും ആ പെൺകുട്ടിക്ക് എന്തായാലും ഒരു മറുപടി കൊടുക്കണം എന്ന് അവൻ തീരുമാനിക്കുകയാണ്. പിന്നെയും ബോന്തിതയുടെ വീട് തന്നെയാണ് കാണിക്കുന്നത്. അവിടെ എല്ലാവരും ഇരുന്നിട്ട് ചർച്ച ചെയ്യാണ്. അപ്പോൾ മാമി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഈ കല്യാണം മുടങ്ങി എങ്ങനെ സമ്പൂർണ്ണയുടെ കല്യാണം നടക്കും എന്ന് പറയുമ്പോൾ എല്ലാവരും മാമിനെ നോക്കുന്നുണ്ട്. അപ്പോൾ ബോന്തിത ചോദിക്കുന്നുണ്ട്, എൻ്റെ കല്യാണം മുടങ്ങിയെന്ന് എന്തിനാ സമ്പൂർണ്ണ ചേച്ചിയുടെ കല്യാണം മുടങ്ങണ്, ഇതും തമ്മിൽ എന്താ ബന്ധം എന്ന് ബോന്തിത ചോദിക്കുമ്പോൾ മാമിയുടെ മുഖാകെ മാറുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം മാമി എന്തോ കള്ളത്തരം അതിൻ്റെ ഇടയിൽ ഒപ്പിക്കുന്നുണ്ട് എന്ന്. ബോന്തിതയുടെ അമ്മക്കും ചെറിയൊരു ഡൗട്ട് വരികയാണ്. അപ്പോൾ ബോന്തിതയുടെ അമ്മ സഹോദരനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സഹോദരൻ പറയാണ്, എന്നെ നീ സംശയിക്കുന്നുണ്ടാന്ന് ചോദിക്കുമ്പോൾ ബോന്തിതയുടെ അമ്മ പറയാണ്, എനിക്കങ്ങനെ സംശയിക്കാനൊന്നും പറ്റില്ല, കാരണം എന്നെ നീയല്ലേ നോക്കണ്, അപ്പോൾ എനിക്ക് നിന്നെ സംശയമൊന്നുമില്ല എന്ന് പറയാണ്. പിന്നെ അനിരുദ്ധിൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ അനിരുദ്ധിൻ്റെ അച്ഛൻ ബിനോയും പിന്നെ ത്രിലോചനും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛൻ അന്ന് വന്ന ബർത്ത്ഡേക്ക് വന്ന ബ്രിട്ടീഷുകാരോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഫോണിൽ. അവരോട് മാപ്പ് പറയാണ് അനിരുദ്ധിൻ്റെ പേരിൽ. അന്ന് ഉണ്ടായില്ലേ ഒരുപാട് പ്രശ്നം അനിരുദ്ധ് കാരണം ഉണ്ടായി, അപ്പോൾ അതിന് അവരോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ത്രിലോചന് ബിനോയോട് പറയാണ്, നിർത്ത്, അനിരുദ്ധ് തന്നെ അവരോട് ക്ഷമ ചോദിക്കുന്നൊക്കെ പറയുമ്പോൾ അനിരുദ്ധ് പറയാണ്, ഞാൻ ചെയ്തതൊക്കെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും, പക്ഷേ ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് ഒരു മാറ്റമില്ല, കാരണം എനിക്കിവിടെ ചേഞ്ച് കൊണ്ടുവരുന്ന ചെയ്യണം, ഞാനിവിടെ മാറ്റം കൊണ്ടുവരുന്ന അവൻ പറയും. എനിക്കിങ്ങനെ എല്ലാവരെയും വേർതിരിച്ച് കാണാനൊന്നും പറ്റില്ല, എല്ലാവരും ഒരേപോലെ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം, ഞാനത് ഇവിടെ തന്നെ ചെയ്യും. ഈ സ്ത്രീകൾ പുരുഷന്മാർ പറഞ്ഞുള്ള വ്യത്യാസമൊന്നും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ പൈസക്കാരൻ പാവങ്ങൾ അങ്ങനൊന്നും ഇവിടെ ഈ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ തന്നെ പാടില്ല. അതുകൊണ്ട് ഈ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമായി എന്ന് വരില്ല, അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിക്കോ, ഞാൻ പൊക്കോളാന്ന് അനിരുദ്ധ് അവരോട് പറയാണ്. അപ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛൻ പറയാണ്, എന്നാ നീ പോകുന്നത് തന്നെ നല്ലത്, നീ നിൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തോ, നീ പൊക്കോന്ന്. ത്രിലോചൻ കാക്ക ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്, കാരണം അച്ഛനേക്കാളും കൂടുതൽ അനിരുദ്ധിനെ സ്നേഹിക്കുന്നത് ത്രിലോചനാണ്. പിന്നെ കാണിക്കുന്നത് ബോന്തിതയുടെ വീടാണ്. അവിടെ സമ്പൂർണ്ണയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുമ്പോൾ അനിരുദ്ധിൻ്റെ കൂട്ടുകാരനില്ലേ സൗരഭ്, അവൻ്റെ അച്ഛന് സമ്പൂർണ്ണയ്ക്ക് മഞ്ഞൾ കല്യാണത്തിന് തേക്കാനുള്ള മഞ്ഞൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നല്ല കൊണ്ടുവരിക, അപ്പോൾ അതുമായിട്ട് വന്നേക്കാണ്. സൗരഭിൻ്റെ അച്ഛൻ മുൻഷി എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ മുൻഷി സമ്പൂർണ്ണയുടെ അച്ഛനോട് ചോദിക്കുകയാണ്, അപ്പോൾ ഈ പൈസയുടെ കാര്യമൊക്കെ എങ്ങനെ,
സ്ത്രീധനമൊക്കെ തരില്ലേ, അതൊക്കെ ശരിയായില്ലേ എന്ന് മുൻഷി ചോദിക്കുമ്പോൾ സമ്പൂർണ്ണയുടെ അച്ഛൻ പറയാണ്, അതൊക്കെ ശരിയായിട്ടുണ്ട്, പൈസ ഒക്കെ റെഡിയാണ്, അതൊക്കെ ഞങ്ങൾ തരും എന്ന് വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ബോന്തിതയുടെ അമ്മ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, സമ്പൂർണ്ണയുടെ ഭർത്തൃ വീട്ടുകാർ ഈ മഞ്ഞളൊക്കെ ആയിട്ട് വന്നല്ലോ, എന്തുകൊണ്ടാണ് ഈ ബോന്തിതയുടെ ആൾക്കാർ മഞ്ഞളായിട്ട് വരാത്തതെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ട്. പിന്നെ അനിരുദ്ധിൻ്റെ അച്ഛനെ കാണിക്കുകയാണ്. ആള് അനിരുദ്ധിനോട് പറയാണ്, ഞാൻ നിനക്ക് പോകാനുള്ള ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, നീ അത് വെറുതെ ആക്കരുത്, നീ അത് വേസ്റ്റ് ആക്കരുത്, നീ തിരിച്ചു പോകണം എന്ന് പറയും. അനിരുദ്ധ് പറയാണ്, ഞാൻ പോവുക ചെയ്യും, പക്ഷെ അത് ഇപ്പോഴല്ല, എനിക്കിതൊക്കെ ചെയ്യണം. ഒരിക്കൽ അച്ഛൻ എന്നോട് പറയും, നിനക്ക് പറ്റില്ല എന്ന് ചിന്തിക്കരുത്, നീ ഇത് ചെയ്ത് കാണിക്കുന്ന അച്ഛൻ എന്നോട് പറയും, അതുകൊണ്ട് എനിക്കിത് ചെയ്യുന്നേ വേണം, കാലം തെളിയിക്കും ഏതാ നല്ലത് ഏതാ ശരി എന്നൊക്കെ എന്നവൻ പറയാണ്. അപ്പം അച്ഛൻ പറയാണ്, എന്നാൽ ശരി, ഞാൻ നിനക്കൊരു ചാൻസ് കൂടി ഞാൻ തരികയാണ്, എപ്പോഴാണ് നീ ഇതിൽ തോക്കണത്, നിനക്കിത് ചെയ്യാൻ പറ്റണില്ല എന്ന് തോന്നണത്, അപ്പം നിനക്കിത് തിരിച്ച് പോകേണ്ടി തന്നെ വരും, നീ എന്നെ അനുസരിക്കണം എന്ന് അച്ഛൻ പറയുമ്പോൾ അനിരുദ്ധ് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അച്ഛന് ഒരു ചാൻസെങ്കിലും തനിക്ക് തന്നല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് അവന്. പിന്നെ കാണിക്കുന്നത് അനിരുദ്ധ് ബാത്റൂമിൽ കിടന്നിട്ട് ഇങ്ങനെ സോംനാഥിനോട് പറയാണ്, നീ എഴുത്, ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ എഴുത്. അപ്പോൾ സോംനാഥ് അവൻ്റെ അനിയനില്ലേ ബട്ടൂക്ക്, അപ്പോൾ അവനോട് ചോദിക്കുകയാണ്, എടാ നീ എനിക്ക് സ്പെല്ലിങ് പറഞ്ഞായോ എന്ന് പറയുമ്പോൾ ബട്ടൂക്ക് ഇങ്ങനെ ഡിക്ഷണറിയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ നോക്കിയിട്ട് അവർക്ക് കിട്ടണില്ല. അപ്പോൾ അനിരുദ്ധ് വന്നിട്ട് രണ്ടുപേരും നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് സൗദാമിനി ഇങ്ങനെ വരിക. അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കറേജിയസ് എന്നുള്ള വാക്കിൻ്റെ സ്പെല്ലിങ്. എന്നിട്ട് അനിരുദ്ധനോട് അവൾ ചോദിക്കണം, എന്താ ശരിയല്ലേ എന്ന് പറയുമ്പോൾ അനിരുദ്ധ ശരിയാ, നല്ലതാന്നൊക്കെ പറയും. സൗദാമിനി അവനോട് പറയാണ്, നിനക്ക് ആ ലെറ്റർ കിട്ടിയില്ലേ, അവൾക്ക് എൻ്റെ അത്ര പഠിപ്പൊന്നും ഉണ്ടാവില്ല, അവൾക്ക് ഇംഗ്ലീഷൊന്നും അറിയുന്നുണ്ടാവില്ല, അതുകൊണ്ടല്ലേ ഹിന്ദിയിൽ ലെറ്റർ എഴുതിയത്, എൻ്റെ അത്ര പഠിപ്പുള്ള പെണ്ണ് ഈ രാജ്യത്ത് തന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവൾ സ്വയം ഇങ്ങനെ പൊക്കിയടിക്കുകയാണ്. അനിരുദ്ധിനെ അങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ പറയുകയാണ്, എന്നെ ഇന്ന് കാണാൻ ഒരു ചെറുക്കൻ്റെ വീട്ടുകാർ വരുന്നുണ്ട്. അനിരുദ്ധിനെ അവനെ ടെസ്റ്റ് ചെയ്യാമെന്ന് മനസ്സിലായിട്ട് അനിരുദ്ധ് പറയും, നിന്നെ എന്തായാലും അവർക്ക് ഇഷ്ടമാവും അങ്ങനെയൊക്കെ പറയുമ്പോൾ അവനെ നോക്കിയിട്ട് ഇങ്ങനെ പിന്നെ അവിടുന്ന് പോവുകയാണ്. അനിരുദ്ധ് പറയാണ്, എന്തായാലും ഞാൻ പെൺകുട്ടിക്ക് ഒരു ലെറ്റർ തിരിച്ചയക്കണം, അതെന്തായാലും ഹിന്ദിയിൽ അയക്കാം, മിനി നല്ല ബുദ്ധിയുള്ള പെണ്ണാണെന്ന് അനിരുദ്ധ് പറയുമ്പോൾ അപ്പോൾ സോംനാഥ് ചോദിക്കുകയാണ്, ഏട്ടത്തിനോട് എന്തത് പറഞ്ഞില്ലല്ലോ എന്ന് സോംനാഥ് ചോദിക്കുമ്പോൾ അനിരുദ്ധ് പറയാണ്, നിൻ്റെ ഏട്ടത്തി അവൾ ഇതുവരെ ആയിട്ടില്ല എന്ന് പറയും. കാണിക്കുന്നത് ബോന്തിതയുടെ അമ്മേനെയാണ്. ബോന്തിതയുടെ അമ്മ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വയസ്സായ ആളിങ്ങനെ മഞ്ഞളും കൈ പിടിച്ചിട്ട് നടന്നു വരുന്നത് കാണാണ്. അപ്പോൾ അമ്മ വിചാരിക്കുകയാണ് അതാണ് ബോന്തിതയുടെ ഭർത്താവിൻ്റെ അച്ഛനായിരിക്കും ആ മഞ്ഞളും കൈ പിടിച്ച് വരുന്നതെന്ന്. മാമ ഓടി വന്നിട്ട് ആ വയസ്സായ ആളിനെ പിടിച്ച് നിർത്തുന്നുണ്ട്. പിന്നെ സൗദാമിനിനെ കാണിക്കുന്നുണ്ട്. അവളുടെ അമ്മയോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അനിരുദ്ധിൻ്റെ കാര്യമാണ് പറയുന്നുണ്ട് അനിരുദ്ധിനെ എന്നിൽ നിന്ന് ഒരാൾക്കും തട്ടിയെടുക്കാൻ പറ്റില്ല, അവൻ എൻ്റെയാണെന്നൊക്കെ അവളിങ്ങനെ പറയും. പിന്നെ ബോന്തിതേനെയും സമ്പൂർണ്ണനെയും കാണിക്കുകയാണ്. അവരിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് കല്യാണത്തിൻ്റെ കാര്യമൊക്കെ. കല്യാണമൊക്കെ ഇഷ്ടമുണ്ടാന്നൊക്കെ ബോന്തിതോട് ഇങ്ങനെ സമ്പൂർണ്ണ ചോദിക്കുമ്പോൾ ബോന്തിത പറയുകയാണ്, ഈ കല്യാണം എന്തായാലും നടക്കൊന്നുമില്ല, എൻ്റെ അമ്മേനെയും കാട്ടി എന്നെ സ്നേഹിക്കാൻ വേറെ ഒരാൾക്കും പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഒരു കുട്ടി ഓടി വന്നിട്ട് പറയുകയാണ്, ബോന്തിതയുടെ ഭർത്താവിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്, അവൾക്ക് തേക്കാനുള്ള മഞ്ഞളൊക്കെ ഇട്ടെന്ന് പറയുമ്പോൾ ബോന്തിത ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ അയച്ച ലെറ്റർ എന്താ കിട്ടിയില്ല, പിന്നെന്താ ആളെന്താ മഞ്ഞളൊക്കെ ആയിട്ട് വന്നേക്കുന്നത്, ഇത് രണ്ട് നിബന്ധനകൾക്കും ആൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആ വയസ്സായ ആളുടെ കയ്യിൽ നിന്ന് മാമിയും ഒരു കെട്ട് പൈസ അയാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ മേടിക്കുകയാണ്. അപ്പോൾ ആ വയസ്സായ ആൾ പറയുന്നുണ്ട്, എന്ന വാക്ക് നിങ്ങൾ പാലിക്കണം, ഞാൻ പൈസ എന്തായാലും ഞാൻ തന്നിട്ടുണ്ട്. ശരിക്കും അവിടെ നടക്കുന്നത് എന്താ, ബോന്തിതേനെ ഒരാൾക്ക് വിൽക്കണ പോലെയാണ്. അയാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ മേടിച്ചിട്ട് ഈ ചെറിയ കുട്ടീനെ ആ വയസ്സായ ആൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ നിൽക്കുകയാണ് മാമിയും കൂടിയിട്ട്. പറയുന്നുണ്ട് ബോന്തിതോടും അവളുടെ അമ്മയോടൊക്കെ പറയണം, ഞാൻ ഭർത്താവിൻ്റെ അച്ഛനൊന്നല്ല, ഞാനാണ് അവളെ കെട്ടാൻ പോണ ആളെന്ന്. അങ്ങനെ അവിടെ ഇരിക്കണ വരൻ്റെ തൊപ്പിയുണ്ട് കല്യാണം കഴിക്കുമ്പോൾ വെക്കണത്, അതെടുത്തിട്ട് തല വയ്ക്കണം. എന്നിട്ട് ചിരിച്ചിട്ട് പറയാണ്, ഞാനാണ് ബോന്തിതേനെ കല്യാണം കഴിക്കാൻ പോണ വരൻ. പുറത്തിറങ്ങാണ്. അപ്പോഴാണ് ബോന്തിത അവിടെ നിന്ന് ഓടി വന്നിട്ട് സ്ത്രീ അവിടെ നിന്നിട്ട് ഇങ്ങനെ മുളകും പൊടി ഇങ്ങനെ ഒരു മുറത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ടാവും. ബോന്തിത അത് തട്ടും, അത് നേരെ ചെന്നിട്ട് വീഴുക ഈ വയസ്സായ ആളുടെ കണ്ണിൽക്കൊക്കെ. അങ്ങനെ കണ്ണ് നീറിയിട്ട് അയ്യോ അമ്മയെന്നൊക്കെ പറയുന്നുണ്ട്. തുടച്ചളഞ്ഞിട്ട് പിന്നെ ബോന്തിതേനെ നോക്കുമ്പോൾ ബോന്തിതേനെ ആൾക്ക് നല്ല ഇഷ്ടമാണ്. മാമി അവളിനെ അങ്ങനെ ചീത്ത പറയുന്നുണ്ട്, ഒതുക്കല്ലേ അങ്ങനെ എന്നൊക്കെ
പറയുന്നുണ്ട്. എന്നിട്ട് ബോന്തിത്തേനെ കുറിച്ചിട്ട് വളരെ നന്നായിട്ടൊക്കെ ആ വയസ്സായ ആളോട് ഇങ്ങനെ പറയുന്നുണ്ട്. അവൾ നല്ല കുട്ടിയാണ്. അയാൾ തിരിച്ചു പോവാണ്. അതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സ്വന്തം മോളുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ബോന്തിത്തേനെ ഒരു വയസ്സായ ആൾക്ക് വിൽക്കുകയാണ് മാമിയും കൂടി ചെയ്യുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ആരും മിസ്സാക്കരുത്. വളരെ നല്ല എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്ത് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.